അധ്യായമാണ്. 4 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിച്ചു, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. 5-ാമത്തെ അധ്യായത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുക. 5-ാമത്തെ അധ്യായത്തിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, സഭയിലുണ്ടാകുന്ന പാപത്തോട് സഭയുടെ മനോഭാവം എന്തായിരിക്കണം. സഭയിൽ ആരെങ്കിലും പാപം ചെയ്താൽ ആ പാപം ചെയ്യുന്ന വ്യക്തിയോടുള്ള സഭയുടെ മനോഭാവം, ദുർനടപ്പുകാരോടുള്ള സഭയുടെ മനോഭാവം എന്താണ്, സഭ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നുള്ളത്. ആരാണ് നേരിടേണ്ടത്? സഭയാണ്. നിങ്ങൾക്ക് കാര്യം പിടികിട്ടുന്നുണ്ടോ? സഭയാണ് ഒരുമിച്ച് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. എപ്പോഴും ഒരു ദേശത്തിൽ ഏറ്റവും ബലവത്തായത് സഭയാണ്. സഭയുടെ തീരുമാനം ബലമുള്ളതാണ്, സഭയുടെ പ്രാർത്ഥന ബലമുള്ളതാണ്. സഭയാണ് ഒരു മിഷണറി അയക്കുന്നത്. അതാണ് സഭയ്ക്ക് ഭയങ്കര അതോറിറ്റിയാണ്. ആർക്കാണ് അധികാരമുള്ളത്? സഭയ്ക്കാണ് ദൈവ അധികാരം കൊടുക്കുന്നത്. കാരണം ശിരസ്സാരാണ്, ക്രിസ്തുവാണ്. ശിരസിന്മേൽ വീഴുന്ന ഈ അഭിഷേകം എവിടത്തേക്കാണ് ഒഴുകുന്നത്? സഭയിലേക്ക്, ശരീരമാകുന്ന സഭയിലേക്ക്. അപ്പോ സഭയ്ക്ക് എന്തുണ്ട്? ഒരു അതിരുണ്ട്. സഭയ്ക്കകത്തൊരു നിയമമുണ്ട്. ഈ നിയമം വിട്ടുപോയാൽ അദ്ദേഹത്തെ കൂടെ കൊണ്ടു നടക്കണമോ? എന്തു ചെയ്യണം? അപ്പൊ സഭയ്ക്കാണ് അത്. സഭയുടെ അച്ചടക്ക നടപടികളുടെ ക്രമമല്ല ഞാൻ ഇപ്പൊ എടുക്കുന്നത്. അച്ചടക്ക നടപടി ക്രമങ്ങൾ നമുക്ക് വേറെ പുസ്തകങ്ങൾ വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അച്ചടക്ക നടപടികൾ എങ്ങനെയാണ് സഭ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ പഠിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ, ഈ നേരിടുന്ന സഭയിൽ വന്ന ഒരു മനുഷ്യനിൽ നേരിടുന്ന അശുദ്ധിയുടെ ഭാഗമായിട്ട് ആ മനുഷ്യന് സഭ എങ്ങനെയാണ് അയാളോട് സമീപിക്കേണ്ടുന്ന നിലവാരം, അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ സഭ ഏറ്റവും കൂടുതൽ മുൻപിൽ നിൽക്കാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട് സഭ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അത് വളരെ വിലപ്പെട്ടതാണ്. സഭ പ്രാർത്ഥിക്കണം. ഒരു വീട്ടിൽ സഭ പ്രാർത്ഥിക്കണം. അതാണ് സഭ പോകണം. സഭ ചലിക്കുന്നിടത്ത് ദൈവം ചലിക്കുന്നു. സഭയുടെ ഭാഗമാണ്, ഒരു വ്യക്തിയുടെ ഭാഗമല്ല, സഭയുടെ ഭാഗമാണ് കർത്താവ്. നമ്മുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന വയ്ക്കുന്നു, സഭയെ വിളിക്കണം. അതാണ് സഭായോഗം വിളിപ്പി, സഭയെ വിളിച്ചു കൂട്ടുവിൻ. സഭയെ വിളിക്കാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സഭ ഒരുമിച്ച് കൂടി സ്വോത്രം പറഞ്ഞാൽ, ഒരുമിച്ച് ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ ദൈവം ഭയങ്കര വിലപ്പെട്ടത്. അപ്പൊ സഭ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? അപ്പൊ ദുർനടപ്പുകാരോട് എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് എന്നുള്ള വസ്തുതയാണ് 5-ാമത്തെ അധ്യായം പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ പലവട്ടമായിട്ട് ചില മേഖലകളിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, സഭ അടിസ്ഥാനപരമായ അതിരിനകത്ത് നിൽക്കുന്നതാണ്. സഭയ്ക്ക് എന്തുണ്ട്? നിയമപരമായ വചനത്തിന്റെ അധിഷ്ഠിതമായ ഒരു അതിര് സഭയ്ക്കുണ്ട്. സഭ എങ്ങനെയായിരിക്കണം ദേശത്തിൽ, സമൂഹത്തിൽ, കുടുംബത്തിൽ എന്നുള്ള വസ്തുതയെ സംബന്ധിക്കുക. ഇവിടെ വ്യക്തിപരമായി ഓരോരുത്തർക്കും അതിനുള്ള എന്തുണ്ട്? ഉത്തരവാദിത്വങ്ങളുണ്ട്. നമുക്ക് ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കാം. ഉത്തമഗീതം 4:12. അപ്പൊ എന്റെ കാന്ത എന്ന് ഉദ്ദേശിക്കുന്നതും എന്റെ സഹോദരി എന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതും സഭയെ സംബന്ധിക്കുന്ന. അതിലെന്തുണ്ട്? കെട്ടി അടച്ചിരിക്കുകയാണ്. കെട്ടി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനെല്ലാം അതിരുണ്ട്. അപ്പൊ അതിരിനകത്ത് പരിധിക്കകത്ത് ഏതതിരാണ്? ദൈവ വചനത്തിൽ അധിഷ്ഠിതമായ അതിരിനകത്തും പരിധിക്കകത്തുമാണ് നിൽക്കേണ്ടത്. കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ്. അപ്പൊ കെട്ടിയടച്ചിരിക്കുന്ന ഈ കെട്ടുപാടിൽ നിന്ന് പുറത്തു പോയാൽ അയാളുള്ള സംസ്കൃതം, അയാളോടുള്ള നമ്മുടെ സഹവാസം എങ്ങനെയായിരിക്കണം, പുറത്തുള്ളവരോട് നമ്മുടെ സഹവാസം എങ്ങനെയായിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പുറത്തുള്ള ഒരാൾ ഈ അവസ്ഥയിൽ ചെയ്താൽ എങ്ങനെയായിരിക്കണം, അകത്തുള്ള ഒരാൾ ഈ പാപം ചെയ്താൽ അയാളോട് എങ്ങനെയായിരിക്കണം, അയാളെ തോളിൽ കൈയിട്ട് വീണ്ടും കൊണ്ടുപോകണം എന്നാണോ പഠിപ്പിക്കുന്നത്? എന്താണ് പഠിപ്പിക്കുന്നത്? നമുക്ക് അതിലേക്ക് വരാം. 5-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വചനം ഒന്ന് വായിച്ചു. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോകും. അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ട് അത് പറഞ്ഞത് അത് ആരിലില്ല. ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്ത് ദുർനടപ്പായിരുന്നു എന്ന്. ഒരു പക്ഷെ ഈ അയാള് അപ്പന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനം വഹിക്കുന്ന സ്ത്രീയെ വിവാഹം കഴിച്ച കാര്യം സംബന്ധിച്ചാണ് അന്ന് ഈ കൊരിന്ത്യ സഭയിൽ ഉണ്ടായ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ പൗലോസിനെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പൗലോസ് ഈ കാര്യങ്ങളെ സംബന്ധിക്കുന്ന കൗൺസിൽ കൂടി എടുത്ത തീരുമാനത്തിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പൊ അപ്പന്റെ ഭാര്യ ഒരാളെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ഭാര്യ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. ആരുടെ? പിതാവിന്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം. മരിച്ചു പോയ അദ്ദേഹം വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ആ പെൺകുട്ടിക്ക് ആരോളം പ്രായമേ വരാൻ സാധ്യതയുള്ളൂ. ചിലപ്പോ മകന്റെ മാച്ചായിരിക്കും. അതിനുള്ള പ്രായമേ ഉണ്ടായിരുള്ളൂ. വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോ മകനുമായിട്ട് അടുപ്പമായി. അപ്പൊ അപ്പനെ വിട്ട് പിരിഞ്ഞു കാണും. മകനുമായിട്ട് അടുപ്പമായി. ഇത് അറിഞ്ഞ ചെയ്യാൻ പൗലോസ് കൊടുക്കാൻ ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണ്.
അപ്പൊ ദുർനടപ്പുകാരോട് സംസ്കാരം അത് എങ്ങനെയുള്ളതാണ്, എവിടെയാണ് അത് പാടില്ലാത്തത്, എന്താണ് പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. വായിച്ചാട്ടെ, താഴോട്ട് വായിച്ചാട്ടെ. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. അപ്പൊ ഈ ദുഷ്കർമ്മം ചെയ്തവൻ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. അപ്പോ നമ്മള് ഇതിനകത്ത് ലോ പഠിക്കണം. ഏത് ലോയാണ്? ദൈവവചനത്തിന്റെ നിയമങ്ങൾ ദൈവസഭയ്ക്കകത്ത് സ്ട്രോങ് ആക്കിയാൽ ദൈവപ്രവൃത്തി അവിടെ സ്ട്രോങ് ആകും. ദൈവപ്രവൃത്തിയുടെ മുമ്പിൽ ഒരിക്കലും വിട്ടുവീഴ്ച പാടില്ല. അത് വലിയ ആളായാലും ചെറിയ ആളായാലും ദൈവസഭയുടെ ശക്തി പോയത് ദൈവസഭയ്ക്കകത്ത് ആളെ കൂട്ടാനുള്ള ശ്രമം നടത്തും. നീ ഇന്ന് വന്ന് ഇരുന്ന് തന്നാ മതി. അപ്പൊ നമ്മൾ എണ്ണും 1, 2, 3, 4, 40. ഈ 2 കൂടെ കിട്ടിയാൽ 42, 8 കൂടെ കിട്ടിയാൽ 50. ഈ 50 ആക്കാനുള്ള ശ്രമത്തിൽ ഇതിന്റെ ഇടയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും അവർക്ക് മുമ്പിൽ കണ്ണടച്ചു കളയും. ഈ പാപത്തിനെതിരെ കണ്ണടയ്ക്കുന്നത് കൊണ്ട് ദൈവിക പ്രവൃത്തി വേണ്ടുന്നത് പോലെ സഭയിൽ നടക്കുകയില്ല. ദൈവപ്രവൃത്തി നടക്കാൻ വേണ്ടിയിട്ട് സഭ ഒരുമിച്ച് കൂടി ശക്തിയോടെ നിൽക്കണം. അത് ഭാര്യ ചെയ്താലും ഭർത്താവ് ചെയ്താലും മക്കൾ ചെയ്തിരുന്നാലും ഇനി ഈ നാട്ടിലെ വലിയൊരു പ്രമാണിയായ ആള് സഭയുടെ അംഗമായി ഇരുന്നുകൊണ്ട് പാപം ചെയ്താലും അയാൾക്കെതിരെ നമ്മുടെ സഭയുടെ നിലപാടും സമീപനവും ഒരുപോലെ ആയിരിക്കും. അങ്ങനെ ഒന്ന് നമ്മൾ എടുത്തു നോക്കിയേ, അങ്ങനെ തീരുമാനം എടുത്തു. ദൈവാത്മാവിന്റെ ചലനം ഭയങ്കരമായി. കാരണം ദൈവഹിതപ്രകാരമാണ് സഭ ദേശത്തിൽ ചലിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ല സഭയെ ചലിക്കുമാറാക്കേണ്ടത്. ദൈവഹിതമാണ് സഭയിലൂടെ സഭ അതിനാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അവനെ എന്ത് ചെയ്യണം? വെച്ചോണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്, പുറത്താക്കി കളയണം. അപ്പൊ ഇവനെ പുറത്താക്കി കളഞ്ഞാൽ ഉണ്ടാകുന്ന നില എന്ന് പറഞ്ഞാൽ ഈ ആൾക്ക് നിത്യതയിൽ പോകാൻ പറ്റുമോ? ഈ പാപം തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുവാണ്. ഇയാള് ഞാൻ പറഞ്ഞ ആ തെറ്റ് ചെയ്ത മനുഷ്യൻ, അപ്പോ തിരുത്താൻ പറ്റുന്ന തെറ്റുകളുണ്ട്, തിരുത്താൻ പറ്റാത്ത തെറ്റുകളുണ്ട്. ഏതൊക്കെയുണ്ട്? ചില തെറ്റുകൾ തിരുത്താം, ചില തെറ്റുകൾ തിരുത്താൻ പറ്റും. അപ്പോ ഈ പെൺകുട്ടിയുമായിട്ട് ഇയാൾ സഹവാസം തുടങ്ങുക. ചിലപ്പോ കുട്ടികളായിട്ടാണ്. കളയാൻ പറ്റുമോ? സഭയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. സഭ ഇയാളെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? പക്ഷെ അയാൾ എന്താ ചെയ്തു? രക്ഷിക്കപ്പെട്ടു. അയാളെ രക്ഷിക്കാൻ കൂടെ പെട്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട മനുഷ്യരാണ് ഇത് ചെയ്തത്. രക്ഷിക്കപ്പെടാന്ന് പറഞ്ഞാൽ ആത്മാവ് വീണ്ടും ജന്മം പ്രാപിച്ചു. അപ്പൊ ഏതോ നിലവാരങ്ങളിൽ ഒരു പക്ഷേ ജഡത്തിന്റെ ബലഹീനത എന്ന് പറയാക്കൂല, അറിഞ്ഞു തന്നെയാണ് ചെയ്തത്. അതിന് ബലഹീനത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പൂശുകയാണ്. ബലഹീനതല്ല, അയാൾ അറിഞ്ഞു തന്നെയാണ് ഈ പാപം എന്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അറിഞ്ഞു പാപം ചെയ്തു കഴിഞ്ഞാൽ അയാളെ സഭയിൽ തുടരുവാൻ കഴിയുകയില്ല. പക്ഷെ ഇയാള് നിശ്ചിതയിൽ പോണ്ടേ? അതെങ്ങനെ കഴിയും? അതെങ്ങനെ സാധ്യമായി തീരും? അതിനുള്ള റെമഡിയാണ്, പരിഹാരമാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അവിടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. വായിച്ച് താഴോട്ട് വായിച്ച്. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇത് എന്ത് ചെയ്യണം? അവനെ പുറത്താക്കി കളയാനാണ്. ആരൊക്കെ കൂടെ ചേർത്തിട്ടാണ്? നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയോടെ. ആ യേശു ക്രിസ്തുവിന്റെ ശക്തിയോടെ പറഞ്ഞാൽ വചനത്തിന് അധിഷ്ഠിതമായി. അപ്പൊ ഇവരെ നമ്മൾ പുറത്താക്കി കളയുന്നത് അയാളോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടാണോ? അല്ല. അയാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കുടുംബത്തിന് അംഗമായിരിക്കാം. ഉണ്ടോ? നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ സ്ട്രോങ് ആയിരിക്കണം ഡിസിഷൻ. ഞാൻ ആ ഭാഗത്ത് കൊണ്ടുവരാണ്. എന്റെ മോളാണ് ആ കാര്യം ചെയ്തത്. അപ്പൊ സഭയിൽ പാസ്റ്ററുടെ മോൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടോ? സഭയിൽ എല്ലാവരും ആരാണ്? ഒന്നാണ്. നമ്മൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ലയോ? ഉണ്ട്. പക്ഷെ ആ സ്നേഹിക്കുന്ന ആ കുഞ്ഞിന്റെ ആ സ്നേഹം നമുക്ക് വേണം. പക്ഷെ ആ പാപം നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ പാപത്തിനെതിരെ ആവുമ്പോഴത്തേക്ക് അയ്യോ അത് പാസ്റ്ററുടെ മോളാണ് എന്ന് പറഞ്ഞ് അതിനെന്ത് ചെയ്ത് കൂട്ടുപിടിക്കരുത്. അവിടെ പക്ഷം പിടിക്കാതെ ഒരുമിച്ച്, അതാണ് നിങ്ങളും എന്റെ ആത്മാവും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടണം. നിങ്ങൾ ഇതിനോട് ചേരണം. ഏതിനോട് ചേരണം? കർത്താവായ യേശുക്രിസ്തുവിനോടും പിന്നെ പരിശുദ്ധാത്മാവിനോടും ചേർന്ന് നമ്മൾ ഒരുമിച്ച് ചേരണം. ഒരാളൊരു തീരുമാനം എടുക്കുകയല്ല ചെയ്യണം, എല്ലാവരും എടുക്കണം. ആരുടെ തീരുമാനമാണ്?
അത് നമുക്കറിഞ്ഞൂടാ, പാസ്റ്ററാണ് തീരുമാനം. അങ്ങനെയല്ല, സഭ ഞങ്ങളെടുത്ത തീരുമാനം. പ്രൈസ് ഗോഡ്. ഹലോ, ഞങ്ങൾ തീരുമാനം എടുക്കുക. എന്താ കാര്യം? ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങളെടുത്ത തീരുമാനം. അപ്പൊ അങ്ങനെ വന്നാല് നമ്മൾ എന്നുള്ള വരികയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വേർതിരിക്കുകയാണ്. അങ്ങനെ അല്ലായിരുന്നല്ലോ വേണ്ടതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അയ്യോ നമുക്ക് അറിഞ്ഞൂടാ, അല്ലല്ല, ഞങ്ങൾ സഭയായിട്ടെടുത്ത തീരുമാനം. കാരണം ഇതൊരിക്കലും സഭയിൽ ഞങ്ങൾക്ക് അനുവദിക്കാൻ ഒക്കില്ല. എന്നിട്ട് ആത്മാവും കൂടെ ചേർന്ന് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന്. അപ്പോ അവന്റെ ആത്മാവ് എന്ത് ചെയ്യണം? അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടണം. പക്ഷെ ചെയ്തിരിക്കുന്ന ശരീരത്തിന് അവൻ അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. ഇപ്പൊ രക്ഷിക്കപ്പെട്ട ഒരാള്, ഒരു മനുഷ്യന്, നമുക്കറിയാം രക്ഷിക്കപ്പെട്ട ഒരുപാട് പേര് ജയിലിൽ കിടക്കുന്നുണ്ട്. ഒരുപാട് പേര്. ഞാൻ ജയിൽ സന്ദർശനമൊക്കെ ചെയ്യുന്നത് കൊണ്ട്, ജയിൽ മിനിസ്ട്രി ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം ഒരുപാട് പേര് പാസ്റ്റർമാരായിരുന്നവരുണ്ട്, വിശ്വാസികളായിരുന്നവരുണ്ട്. അവർ വിശ്വാസിയാണെന്ന് കരുതി ഗവൺമെന്റ് വെറുതെ വിടുവോ? അത് അയാളെ ശിക്ഷിക്കുന്നത് എന്തിനാണ്? അയാൾ ജഡത്തിൽ ചെയ്ത തെറ്റിന് അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ അയാൾക്ക് കിട്ടണം. ഈ ശിക്ഷ ലഭിക്കുമ്പോഴാണ് അയാൾക്ക് മാനസാന്തരം, അല്ലെങ്കിൽ ആ ശിക്ഷയിലാണ് അയാൾ ശുദ്ധീകരണം പ്രാപിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഏത് ശിക്ഷയാണ്? തിരുത്താൻ പറ്റാത്ത തെറ്റ്. അയാൾക്ക് ഭാര്യയെ കളയാൻ പറ്റൂല, കുഞ്ഞുങ്ങളെ കളയാൻ പറ്റില്ല, അല്ലേ? നമ്മൾ അതിന്റെ അടിസ്ഥാനപരമായി ഇനി 7-ാമത്തെ അധ്യായത്തിലൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഗൗരവമായിട്ട് പഠിക്കും. ഇപ്പൊ സഭയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നു, കൈയടിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്ത് മാത്രം മുന്നോട്ട് പോകുന്നതല്ല സഭ. അതുകൊണ്ടാണ് സഭയുടെ ശക്തി ക്ഷയിച്ചു പോയത്, സഭയ്ക്ക് വാല്യൂ ഇല്ലാതെ പോയത്. സഭ ദേശത്തിന്റെ മധ്യത്തിൽ കൂത്തുകാഴ്ചയായി തീർന്നത്. അവിടെ പോകുന്നതാ. അതേ നോക്കി അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വെള്ളം ഉണ്ടായിക്കൊണ്ട് നടക്കും. അല്ലെങ്കിൽ പ്രശ്നക്കാരാണ് സഭയിലുള്ളവരെന്നുള്ള ഒരു ധാരണ, ചിന്ത വന്നു. കാരണം ഇയാളെ പുറത്താക്കാൻ തയ്യാറല്ല. അങ്ങനെ പുറത്താക്കിയാൽ കിട്ടേണ്ടുന്ന എന്ത് കിട്ടൂല? നന്മ. അതാ നല്ലൊരു വാക്ക. നന്മ കിട്ടൂല, സ്തോത്രക്കാഴ്ച കിട്ടൂല, ദശാംശം കിട്ടൂല. ആള് കുറെ സംഭവം കുറയും. അപ്പൊ പൈസ എന്നത് മുൻ കണ്ടുകൊണ്ട് ഇയാളെ പിടിച്ചു നിർത്താനാണ് കൂടുതലും സഭ ശ്രമിക്കാറുള്ളത്. അങ്ങനെ ഒരിക്കലും പാടില്ല. നമ്മൾ വിശുദ്ധിക്ക് വേണ്ടിയിട്ടും, ഇതിനാണ് വിശുദ്ധി, ഇതിനു വേണ്ടിയിട്ട് നിലകൊള്ളുമ്പോഴാണ് സഭയോടൊപ്പം ദൈവം ചലിക്കുന്നത്. സത്യത്തോടൊപ്പം മാത്രമേ ചലിക്കാവുള്ളൂ. പക്ഷെ അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടണ്ടേ? അത് ആത്മാവ് നശിച്ചു പോകണോ? നശിച്ചു പോകാൻ പാടില്ല, അല്ലേ? അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടേണ്ടത് ഇത് എല്ലാവരിലും ആണോ? ഇത് എല്ലാവർക്കും ഈ ഒരു അവസരം കിട്ടണമെന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത ഈ അവസരം കിട്ടില്ല. അയാൾ എന്തിനൊക്കെ പറഞ്ഞു? അയാൾ കർത്തൃമേശം എടുക്കാൻ പാടില്ല, അയാൾ ഇതിലൊന്നിലും ഉൾപ്പെടാൻ പാടില്ല. കാരണം അയാള് വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചുകൂടെ ആധികാരികമായി പഠിക്കുമെങ്കിലും ഞാൻ ഇവിടെ ആ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഒരാള് ഒരു പെൺകുട്ടിയെ നിയമപ്രകാരം വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷം അതാണ് കുടുംബജീവിതം. ദൈവത്താൽ അവർ യോജിപ്പിച്ചു. ആ കുടുംബജീവിതം നയിക്കുന്ന വേളയിൽ ഈ സ്ത്രീ ഈ പുരുഷനെ ഉപേക്ഷിക്കേണ്ടെന്ന് ഏതെങ്കിലും കാരണമെന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ എങ്ങനെ പാർക്കണം? ആ സ്ത്രീ പിന്നെ വിവാഹം കഴിക്കാൻ പാടില്ല. ആ സ്ത്രീ പിന്നെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവൾ വ്യഭിചാരം ചെയ്യുകയാണ്. പക്ഷെ നിത്യതയിൽ പോകണ്ടേ? പോകണം. അപ്പൊ നിത്യതയിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ജഡസംഹാരത്തിന് വേണ്ടിട്ട് ഏൽപ്പിച്ചോളെ. ചിലപ്പോ ജഡത്തിൽ കട്ടത അനുഭവിക്കേണ്ടി വരും. ജഡത്തെ ഏൽപ്പിച്ചോളെ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? കുറച്ചുകൂടെ നമുക്ക് അത് 7-ാമത്തെ അധ്യായങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ വിശദീകരണങ്ങളോടുകൂടി പഠിക്കാം. അപ്പൊ ഇത് ആത്മാവ് രക്ഷിക്കപ്പെടേണ്ടതിന് എന്നിട്ട് കേട്ടോ, ആരെ ഏൽപ്പിക്കണം? ജഡസംഹാരത്തിനായിട്ട് ആരെ ഏൽപ്പിക്കും? സാത്താനെ ഏൽപ്പിക്കും. എന്തിനാണ് ജഡം സംഹരിക്കുക? എന്റെ അനുഭവത്തിൽ ഞാൻ ഈ ഭാഗം വളരെ പേരിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയാം, നല്ല ദൈവമായിട്ട് ബന്ധമുള്ളവരെ എനിക്കറിയാം, നല്ല ഉപവസിക്കുന്നവരെ എനിക്കറിയാം, നന്നായി ജീവിക്കണമെന്ന് ആത്മാർത്ഥമായി താല്പര്യമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവർ ജഡത്തിൽ ചില വേദനകൾ അനുഭവിക്കുന്നത് മരണം വരെ വലിയ അധികം കഷ്ടം ശരീരത്തിൽ എല്ലാവരിലും അല്ല ഞാൻ പറയുന്നത്, ചിലരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്.
ജഡസംഹാരത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഏൽപ്പിച്ചു കളയും. ഉണ്ടോ? ആത്മാവ് രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആരെ ഏൽപ്പിക്കുന്നത്? സാത്താനെ ഏൽപ്പിക്കുക. എന്നിട്ട് ആ ഭാഗം ഞാൻ അവിടെ ഇടുന്നു. ആ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുള്ള പക്ഷം നമുക്ക് പിന്നീട് അത് ചർച്ച ചെയ്ത് പൂർത്തീകരിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് വായിച്ചു. നിങ്ങളുടെ പ്രശംസ നന്നല്ല. അല്ലാതെ നിങ്ങളുടെ പ്രശംസ ഒരിക്കലും നല്ലതല്ല. പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? അതോ, ചെറിയ ഒരു പുളിമാവ് മതി പിണ്ടത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നു അല്ലേ? നമ്മുടെ വീട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിന് വേണ്ടിയിട്ട് പുളിപ്പിക്കാൻ എന്തെടുക്കും? പുളിമാവ്, പുളിച്ച മാവ് എടുത്ത് വെക്കും അല്ലെ? ഈസ്റ്റ് എടുത്ത് വെക്കും. അതിന് വരെ ഏറ്റവും നല്ലതാണ് ഈസ്റ്റ് എടുത്ത് വെക്കും. അല്ലെങ്കിൽ നമ്മൾ കപ്പി കാച്ചി വെക്കുന്ന ഒരു സംവിധാനമുണ്ട്. കപ്പി കാച്ചി അതിനകത്തോട്ട് ഒഴിക്കുക. എന്തിനാണ്? ഇത് പുളിച്ചു വരാം, അടുത്ത ദിവസം ഇത് പുളിച്ചു വരാം. അപ്പൊ അല്പം പുളിപ്പ് അല്ലെങ്കിൽ അല്പം ഒന്ന് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ ഇത് തന്നെ അടുത്തയാളും തുടരും. അപ്പൊ അല്പം പുളിമാവ് എന്തിനെ നശിപ്പിക്കുന്നു? പിണ്ടത്തെ മുഴുവനും. ഈ പിണ്ടം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? എന്താണ് ഈ പിണ്ടം? പിണ്ടത്തെ പുളിപ്പിക്കുന്നു. പിണ്ടം എന്താണെന്ന് അറിയാമോ? ശരീരം. പിണ്ടത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന അതിനെ അന്വേഷിച്ച് നമ്മുടെ യഥാർത്ഥമായ ഡെഫിനിഷൻ എന്നത് ശരീരം. അപ്പൊ അല്പം തെറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിച്ചാൽ, നമ്മുടെ സഭയിൽ അനുവദിച്ചാൽ, മറ്റു പിണ്ടങ്ങളിലേക്കും മറ്റു ശരീരങ്ങളിലേക്കും മറ്റു മനുഷ്യരിലേക്കും അത് പുളിപ്പിക്കാൻ കാരണമായിട്ട് അവർക്ക് ചെയ്യാമെങ്കിൽ അല്ലെ? സാധാരണ നമ്മൾ കേൾക്കാതല്ലേ, പാസ്റ്റർ അങ്ങനെ ചെയ്തു, പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അടുത്ത കൂട്ടുവിശ്വാസി ഇത് ചെയ്തു, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? ശരിയല്ലേ? ശരിയാണോ ഇല്ലയോ? നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തത്? വിഷമിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഇത്രയും കേട്ട വിഷമമാണോ? ഇതെല്ലാം കേട്ടിട്ട് എന്റെ ദൈവം ഇങ്ങനെ തുടങ്ങിയാൽ എന്തായി തീരുമെന്നുള്ള ചിന്താകുലതകളുണ്ടോ? ഒന്നും ആവൂല. സഭയ്ക്കകത്ത് ആള് വരൂലേ? നല്ലതായിട്ട് ആള് വരും. എങ്കില് സഭയില് അടുത്ത ചർച്ച സെക്രട്ടറി ആക്കൂലേ? അതോടെ ആ ചർച്ചക്കാരന് ഗതികേടായി. ഇവനെ പിടിച്ച് അവിടെ സെക്രട്ടറി ആക്കി എങ്ങനെ ഇരിക്കും? എന്നാലോചിച്ച് നോക്കിയേ. കണ്ടോ? ഇങ്ങനെയുള്ളവരെ ആദിമകാലങ്ങളിൽ അങ്ങനെയല്ല. സഭ ഒരാളെ മുടക്കി കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമുക്കറിയാം, സഭയിൽ എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റമോ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് സാക്ഷ്യം മുടക്കും. ഇന്ന് സാക്ഷ്യം മുടക്കിയാൽ പാസ്റ്റർ സ്തോത്രം അല്ലെ? കൂടുതൽ പറഞ്ഞാൽ പറയാം അടുത്ത ചർച്ചയിൽ പോകുന്നു. അതാ നല്ലത്. നമ്മൾ സഭ എടുക്കുന്ന അച്ചടക്ക നടപടിക്ക് വിധേയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സഭ വളരാൻ തുടങ്ങും. അല്പം കേടുമതി. നമ്മളെ അശുദ്ധമാക്കുന്നത് ഒരിക്കലും നമ്മുടെ പുറമേ ഉള്ളത് മാത്രമല്ല, അകത്തിന്ന് പുറപ്പെടുന്നതാണ് ഈ അശുദ്ധമാക്കുന്നത്. അല്ല, ഇത് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് വരും. ഇത് അവനെ ചെയ്യാനുള്ള പ്രേരണ വരും. നമുക്ക് മാർക്കോസ് ചെയ്ത സുവിശേഷത്തിൽ കഥ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഒന്ന് എടുക്കാമോ? മാർക്കോസ് ചെയ്ത സുവിശേഷം 7-ാമത്തെ അധ്യായമാണ്. അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കേണ്ടിയിരിക്കുന്ന ആ ഭാഗങ്ങൾ കുറച്ച് വിശദീകരണം അവിടെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ എന്ത് ചെയ്യും? ശരീരത്തെ മുഴുവനും പുളിപ്പിച്ചു കളയും. അപ്പൊ അല്പം ഒന്ന് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ അത് പിന്നെ കൂടിക്കൊണ്ടുവരും. അടുത്തയാളിലേക്ക് വരും, അടുത്തയാളിലേക്ക് വരും, അടുത്തയാളും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതെല്ലാം സഭയിൽ അനുവദിച്ചു കൊടുക്കേണ്ടി വരും. വായിച്ചാട്ടെ 15 മുതലുള്ള വാക്യം. മനുഷ്യന്റെ അകത്തു ചെല്ലുന്നത് യാതൊന്നും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല. കേട്ടോ? പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്താലൊന്നും നമ്മൾ എന്താകുന്നില്ല, നമ്മൾ തിന്നുന്ന ആഹാരമൊന്നും നമ്മൾ അശുദ്ധമാക്കില്ല. പുറത്തുനിന്ന് അകത്തു പോകുന്നത് ഒന്നും നമ്മളെ അശുദ്ധമാക്കില്ല. അതെന്ത് ചെയ്യുന്നു? വായിച്ചേ. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യൻ അശുദ്ധമാക്കുന്നത്. അവനിൽ നിന്ന് പുറപ്പെടുന്നതാണ്. മനുഷ്യരിൽ നിന്ന് എന്താണോ പുറപ്പെടുന്നത് അതാണ് അവനെ അശുദ്ധമാക്കുന്നത്. എന്നിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ പുരുഷാർത്ഥത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെ കുറിച്ച് അവരോട് ചോദിച്ചു. അവൻ അവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ? ഇങ്ങനെ നിങ്ങൾ ഇനിയും ബോധമില്ലാത്തവരോ? പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്തു ചെല്ലുന്ന യാതൊന്നും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവന്റെ ഹൃദയത്തിലല്ല വയറ്റിലത്ര ചെല്ലുന്നത്. അപ്പൊ കഴിക്കുന്ന ആഹാരം എവിടെയാണ് ചെല്ലുന്നത്? അപ്പൊ ആഹാരം നമ്മൾ അശുദ്ധമാക്കോ? നമുക്ക് മനസ്സ് മടുപ്പില്ലെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കും. മനസ്സ് അനുവദിക്കില്ലെങ്കിൽ കഴിക്കണ്ട. അത്രേ ഉള്ളൂ അല്ലേ? ചില ആഹാരം ചിലർക്ക് ഇഷ്ടമാണ്, ചില ആഹാരം ചിലർക്ക് ഇഷ്ടമല്ല. ചില ആഹാരം കഴിക്കുന്നവർ അവർ പാപികളാണോ? അല്ല. എനിക്കിഷ്ടമില്ലെന്ന് കരുതി വേറെ ആളെ കഴിച്ചാലും. എന്റെ ഭാര്യയ്ക്ക് മട്ടൺ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എനിക്കോ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചോദിക്കും, എഴുതുന്നുണ്ടോ? ഞാൻ തന്നെ നോക്കിയിരുന്നാ മതി. എഴുതുന്നുണ്ടോ? അപ്പൊ ഞാൻ കഴിക്കാൻ നോക്കിയിരുന്നാ മതി, എവിടെ കഴിക്കണ്ട. അപ്പൊ ഏത് ആഹാരം, ഈ ലോകത്തിലുള്ള ഏത് ആഹാരം അതുപോലെ തന്നെയാണ്. ചൈനയിലെ ആഹാരങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ
അറപ്പ് തോന്നും. നമ്മളവിടെ ജനിച്ചിരുന്നെങ്കിലോ നമ്മൾ ഈർക്കിലി കുത്തി ഇതുപോലെ കടിച്ച് തിന്നുകൊണ്ട് നടക്കുമായിരുന്നു അല്ലേ. പല്ലിയെ പിടിച്ചും പിന്നെ ഓന്നിനെ പിടിച്ചും വഴുതാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു കയ്യിൽ കുത്തി വെച്ചിട്ട് ഇങ്ങനെ കടിച്ച് കഴിക്കുന്ന കണ്ടിട്ടില്ല. എന്തോ രസമായിട്ടാണ് കഴിക്കുന്നത്. പിള്ളേരൊക്കെ കറക്കാ മുറുക്കാന്നാ കഴിക്കുന്നത്. അതെന്താണ്? അത് ഒരിക്കലും അശുദ്ധമല്ല. കണ്ടോ, ഭക്ഷണം ഒരിക്കലും ഒരു മനുഷ്യനെ അശുദ്ധമാക്കാൻ അശുദ്ധമാകുന്നു. എവിടെ അശുദ്ധമാകുന്നു? അതോടെ പറഞ്ഞിട്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ ശുദ്ധമാകും. ഇത്രയേ ഉള്ളൂ ഭക്ഷണം അല്ലേ. നമുക്കറിയാം ഈ സുനാമി വന്ന സമയത്ത് മനുഷ്യരൊന്നും മീൻ കഴിക്കില്ലായിരുന്നു കുറെ നാൾ. കാരണം ഈ ജഡമെല്ലാം എവിടെ പോയിരുന്നു? കടലിൽ പോയി. അതുകൊണ്ട് ഈ മീനെല്ലാം കൂടെ ഇത് തിന്നു. അതിനുശേഷം ഇതിനെ എന്ത് ചെയ്തില്ല, മനുഷ്യരെ തിന്നില്ല. ഇപ്പൊ ഈ പന്നി കഴിക്കാത്തതിനും ആളുകൾ പറയുന്ന ഒരു റീസൺ ഇതാണ്. പന്നി എന്ത് കഴിക്കുന്നു? അതോ ഏറ്റവും വൃത്തികെട്ട മലമൊക്കെ കഴിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബൈബിളൊക്കെ അറിയാം. അത് മലമൊക്കെ തിന്നുകൊണ്ട് ഏത് പന്നി ഇപ്പൊ മരം തിന്നുന്ന പന്നിയാണ്? അത് സൂപ്പർ ഫുഡാണ് കിട്ടുന്നത്. എന്നാലും ചോദിക്കുക. ഇനി പറഞ്ഞാൽ ഇത്തിരി കണ്ടുകൂടി പോകും. എന്നാലും ഞാൻ പറഞ്ഞു വരാം. ഈ നാട്ടിൽ കിടക്കുന്ന നമ്മൾ ശുദ്ധമാകുന്ന നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്ന ഈ സാധനം അല്ല എവിടെ ചെന്ന് വീഴുന്നെന്നാണ് നിങ്ങളുടെ ഉദ്ദേശം? മൊത്തം കടലില്ല. ഇവിടെ പന്നിയെങ്കിലും കൊള്ളാം. അവൻ വലിയ ഈ വേസ്റ്റുള്ള കല്യാണ മണ്ഡപത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഇലയോ ഇത് മാത്രമാണ് കഴിക്കുന്നത്. ഈ കംപ്ലീറ്റ് ഡ്രെയിനേജ് നിങ്ങൾ ഇതാ ഇവിടെ ഇദ്ദേഹം വീടിന്റെ പണി ചെയ്യുന്ന ആളാണ്. അവിടെ ഡ്രെയിനേജിന് തന്നെയുണ്ട്. ഈ ട്രെയിൻ എവിടെ പോകുന്നത്? ഇത് നേരെ കടലിലാണ് പോകുന്നത്. ക്ലാസ് അറിഞ്ഞൂടായിരുന്നു. പറഞ്ഞല്ലോ നാളെ മുതൽ മീനും കഴിക്കണ്ട. അത്ര തന്നെ. അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ പോകുന്ന യാതൊന്നും അവനെ അശുദ്ധമാക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞു. മനസ്സിന് താല്പര്യമുണ്ട്. ചില ഭക്ഷണം എനിക്ക് തന്നെ ചില ആഹാരം എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ കഴിക്കുമെല്ലാം. പക്ഷെ എനിക്ക് ചില ആഹാരത്തിനോട് താല്പര്യം തോന്നുന്നത് ഞാൻ കഴിക്കും. എല്ലാ മനുഷ്യരും അങ്ങനെ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ചില തിന്നണ്ട. ഇപ്പൊ ഒരാള് ഒരു ഭക്ഷണം ഇഷ്ടമില്ല വേണ്ടെന്ന് കരുതി അത് നല്ലതല്ലാതെ പോകുമോ? അയാൾക്ക് ഇഷ്ടമല്ല. ആ ഭക്ഷണം നല്ലതല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാനുള്ള അവകാശവും ഇല്ല, അധികാരവും ഇല്ല. ഓരോ നാട്ടിലെ ഓരോ ഭക്ഷണ രീതി വ്യത്യസ്തമാണ്. ഓക്കെ, ഞാൻ അതവിടെ പറയുന്നു, അവിടെ വിടുകയാണ്. ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ആ വാക്യങ്ങൾ വായിച്ചേ. ഹൃദയത്തിലല്ല അവന്റെ വയറ്റിൽ അത്ര ചെല്ലുന്നു. പിന്നെ മറപ്പുരയിലേക്ക് അത് പോകുന്നു, ടോയ്ലറ്റിലേക്ക് പോകുന്നു എന്നാണ് അവിടെ എഴുതി ചെയ്യുന്നത്. ഇത് ആരാണ് പറഞ്ഞത്? കർത്താവ് തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ഇത് അകത്ത് കിടന്നാലാണ് പ്രശ്നം. ഈ പ്രവൃത്തി അനുവദിച്ചാലാണ് പ്രശ്നം. ഇതാണ് പുറത്തു പോകേണ്ടത്. എവിടെ നിന്നാണ് പുറത്തു പോകേണ്ടത്? എവിടെയാണ് ഇത് കിടക്കുന്നത്? വായിച്ച്. അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, നല്ലതല്ലാത്ത ചിന്ത, വ്യഭിചാരം. അപ്പൊ ഈ വ്യഭിചാരം എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ഇത് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് ഓട്ടോമാറ്റിക്കലി. ഈ ഉള്ള ഇത് നമ്മുടെ എവിടെ വരരുത്? മനസ്സിൽ വരരുത്. കണ്ടോ, നമ്മുടെ മനസ്സിൽ വരരുത്. മനസ്സിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ നമ്മൾ ഇവിടെ താമസിക്കുന്ന ആളുകളെല്ലാം കനാലിന്റെ കരയിലാണ്, തോട്ടിന്റെ കരയിലാണ് താമസിക്കുന്നത്. തോട്ടിന്റെ കരയിലൂടെ പോകുമ്പോൾ ഒരു സൗകര്യമുള്ള ഒരു പെൺകുട്ടി നിന്ന് കുളിക്കുന്നത് കണ്ടു. അവര് കുളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ കൂടെ അങ്ങ് പാസ് ചെയ്ത് പോകുന്നു, ജസ്റ്റ് പോവുക. ഇത് കാണാൻ വേണ്ടി വീണ്ടും തിരിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിലായി. മനസ്സിലായോ? അത് നമ്മുടെ ഹൃദയത്തിലായി. ആ ഹൃദയത്തിലാകുന്നത് വിചാരമായി. ആ വിചാരമാണ് പിന്നെ മറ്റൊരു പാപത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ കാരണമായി തീരുന്നത്. ഇത് മനുഷ്യനുണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ളത് ചിന്തയിലേക്ക് വരുമ്പോൾ തന്നെ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. ഇതിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ശക്തി തരുന്നത്. ഇതിനെ നമ്മൾ പിടിച്ചടക്കുകയാണ്, ഇതിനെ നിയന്ത്രിക്കുകയാണ്. ആണോ? എന്റെ കണ്ണു പോകുന്ന എല്ലാ വഴികളിലൂടെ എന്റെ മനസ്സിനെ വിടരുത്. എന്റെ മനസ്സ് പോകുന്ന എല്ലാ വഴികളിലൂടെ എന്റെ കാലിനെ വിടരുത്. മനസ്സിലാവുന്നുണ്ടോ? കണ്ണത് കാണാൻ വേണ്ടി ആഗ്രഹിക്കും, അതിനൊപ്പം മനസ്സിനെ വിട്ടുകൊടുക്കരുത്. ആ മനസ്സ് ആ വഴികളിലൂടെ പോകുമ്പോഴാണ് ആ മനസ്സിനകത്തോടെ പാപം വന്നുണ്ടോ. ഈ പാപം മനസ്സിനകത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഈ മനുഷ്യരെ പുറത്താക്കി കളയുന്നത്. ഈ ദുർനടപ്പ് എവിടെ വന്നയാളുടെ? അയാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, പക്ഷെ അയാളുടെ മനസ്സിലേക്ക് വന്നു.
മനസ്സിൽ നിന്ന് പുറപ്പെട്ടത് കൊണ്ട് പിണ്ടത്തെ മുഴുവൻ ഇത് പുളിപ്പിക്കാൻ കാരണമായി തീരും. ഇതിരുന്ന വീണ്ടും പുളിച്ചുകൊണ്ടിരിക്കും, അടുത്തത് ചെയ്യാൻ പറയേണ്ടി വരും. മറ്റൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ചിന്ത ഇത് മറച്ചോളൂ, എല്ലാം പുളിപ്പിച്ചോളൂ, ഒരു സാധനത്തിനാണ്. അപ്പൊ ഒന്നിനെ എവിടെ വെക്കരുത്? സഭയ്ക്കകത്ത് ഇവകളെ വെച്ചിരിക്കരുത്. ബാക്കി കൂടെ അവിടെ ഒന്ന് വായിപ്പിച്ച് കൊണ്ടുവന്നതായിരിക്കും നല്ലത്. അതിന് എല്ലാ ഭാഗങ്ങളും ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. എടുത്ത ആ ഭാഗം മാത്രം ഞാൻ ഈ മാർക്കോസിൽ ഒന്ന് വായിപ്പിച്ച് അവിടെ വിടാം. അകത്തുനിന്ന് തന്നെ മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടോ ഇതെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ടാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ വിട്ടു. നമ്മുടെ തിരിച്ച് കൊരിന്ത്യ ലേഖനത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വരുന്നു. ഈ കാര്യങ്ങളൊന്ന് ആ നിലയിൽ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ പാപം ചെയ്ത ഒരു മനുഷ്യനെ വെച്ചുകൊണ്ടിരുന്നാൽ ഈ പുളിമാവ് പോലെ ഇരുന്നിട്ട് മറ്റുള്ളവരിലേക്ക് ഇത് സ്പ്രെഡ് ആകാനും മറ്റുള്ളവർ ഇതപ്പോ എനിക്കും ചെയ്യാമല്ലോ എന്നുള്ളൊരു ചിന്ത അവനിലേക്ക് വരും, അവന് സെയിം തരും. അപ്പൊ ഒരാളെ നമ്മൾ ആ കാര്യത്തിൽ അനുവദിച്ചു കൊടുത്താൽ വേറൊരാളെ അനുവദിച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് വായിച്ചു അടുത്ത വാക്യം നമ്മള് ഈ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരികയാണ്. വായിച്ചാണ്. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടം അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ പഴയ പുളിമാവ് കൊണ്ടല്ല. അപ്പൊ എന്താണ് ഈ പുളിമാവ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. വായിച്ചേ. തിന്മയും ദുഷ്ടതയുമായ. കണ്ടോ എന്താണ് ആ പുളിമാവ്? ഏതാണ്? ഇതെവിടെയാണ് നിന്നത്? ഹൃദയത്തിൽ. അതാണ് നമ്മൾ നേരത്തെ വായിച്ച പട്ടിക. തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല. കണ്ടോ? അപ്പൊ തിന്മയും ദുഷ്ടതയുമാണ് ആ പുളിമാവ്. അതിപ്പോ എവിടെയാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ അത് പിണ്ടോ എന്ന് പറഞ്ഞ ഭാഗം ശരീരത്തിലാണ് അല്ലെങ്കിൽ മനസ്സിലാണ് കാര്യം വരുന്നത്. എന്നിട്ട് പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ. സ്വച്ഛത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെടിപ്പുള്ള, നിർമ്മലമായ. സ്വച്ഛതയുടെ അർത്ഥമാണ് വെടിപ്പുള്ള, നിർമ്മലമായ. അപ്പൊ നമ്മള് ആ ഒരു കാര്യം ചെയ്യുന്നത് നിർമ്മലമായതായിരിക്കണം ചെയ്യേണ്ടത്. നിർമ്മലമായിട്ടാണോ ഒരു കാര്യം ചെയ്യുന്നത്? നിർമ്മല മനസാക്ഷിയോടെയാണോ കാര്യം ചെയ്യുന്നത്? സത്യം എന്ന് ഉദ്ദേശിക്കുന്ന ദൈവവചനത്തിന് ആധാരമായിട്ട് ക്രിസ്തുവുമായിട്ട് യോജിച്ചാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ചതിയും ദുഷ്ടതയും ആകുന്ന പഴയ പുളിമാവ് കൊണ്ടല്ല. കണ്ടോ? നിർമ്മലതയോടുകൂടിയ സത്യവുമായ പുളിപ്പില്ലായ്മ. ഇതെന്തിനില്ല? ഇതിന് പുളിപ്പില്ല. ആരെയാണ് നോക്കേണ്ടത്? അവനെ നോക്കണം, സഭയും നോക്കണം. ഒരാളെ മാത്രം നോക്കുകയല്ല, സഭയും തന്നെ നോക്കണം. ഇവിടെ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ വിധമായിരിക്കുന്ന സാക്ഷ്യമില്ലായ്മ പ്രവർത്തികളെ കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ചു പോകുകയല്ല വേണ്ടത്, എന്നെ കുറ്റം പറഞ്ഞു എന്നല്ല വേണ്ടത്, ഒരുമിച്ച് കൂടിയിട്ട് അതിനെ പറഞ്ഞിരിക്കുന്ന ഭാവമാണ്. അയാളെ വ്യക്തിപരമായി കണ്ടിട്ട് അച്ചടക്കം നടക്കടി, അയാളെ വ്യക്തിപരമായി കണ്ടിട്ട് ചെന്ന് പറയണം, സഹോദര നിങ്ങൾ ഇത് ചെയ്യുന്നത് തെറ്റാണ്. അയാളെ കൂട്ടാക്കാതെ ഇരുന്നാൽ 2 or 3 പേരുമായിട്ട് ചേർന്ന് ചെന്ന് പറയണം, സഹോദര ചെയ്യുന്നത് തെറ്റാണ്. പിന്നെ സഭയുടെ മുമ്പിൽ വിളിച്ചു വരുന്നു. എന്നിട്ടും അയാൾ വിട്ട് അതിനെ ഒഴിഞ്ഞില്ല എങ്കിൽ സഭയുടെ മുമ്പിൽ വിളിച്ചു വരണം. സഭയാണ് എന്നിട്ട് തീരുമാനം എടുക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ഇവിടെ പറഞ്ഞ ഈ സത്യമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. എന്നിട്ട് 9ാമത്തെ വാക്യം. അപ്പൊ അങ്ങനെ വന്നാൽ എങ്ങനെ പറ്റും? അപ്പൊ ദുർനടപ്പുകാരൻ, ഇപ്പൊ എല്ലാ മനുഷ്യരും ദുർനടപ്പുകാരാണ്. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ആരോടല്ല? ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ, അത്യാഗ്രഹികളോടോ, പിടിച്ചുപറിക്കാരോടോ എന്നല്ലല്ലോ. അതെന്താണ് ഇങ്ങനെ പറഞ്ഞു വരാൻ കാരണം? ഇപ്പൊ സഭയിൽ ഒരു മനുഷ്യന് ഇത് ചെയ്യുന്നാൽ അയാളെ പുറത്താക്കണം. അപ്പൊ പുറത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? അപ്പൊ ചോദ്യം അങ്ങനെ വരുമല്ലോ. സഭയിൽ ഒരു മനുഷ്യൻ ഈ തെറ്റ് ചെയ്യുമ്പോൾ അയാളെ പുറത്താക്കണം, പാസ്റ്റർ ശരി. പക്ഷെ വേറൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് 3 ഭാര്യക്കാരുടെ വീട്ടിലായിരിക്കും നമ്മൾ പോകുന്നത്. അതെങ്ങനെയാണ് സഭ ഹാൻഡിൽ ചെയ്യുന്നത്? അയാൾക്ക് നിയമമില്ല, അയാൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. ഈ മനുഷ്യൻ അറിവില്ലായ്മയുടെ കാലങ്ങളിലാണ് ചെയ്തത്.
അത് ഈ ലോകത്തിലെ ഇങ്ങനെ സംസർഗം എന്ന് വെച്ചാൽ ദുർനടപ്പുകാരോടല്ല. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ ആ ലോകത്തിലുള്ള മനുഷ്യനോട് ക്ഷമിക്കണം. കാരണം കർത്താവായ യേശു നമുക്കറിയാം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ ഇടയ്ക്ക് കൊണ്ടുപോകും. യേശുവിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയി ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം, അല്ലേ? കർത്താവ് എന്ത് പറഞ്ഞു? നിങ്ങൾ പാപമില്ലാത്ത കല്ലെറിയാൻ പറഞ്ഞു. അടുത്തിട്ട് എന്ത് പറഞ്ഞു? നിന്റെ പാപം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പൊക്കള, ഇനി എന്ത് ചെയ്യരുത്. അയാൾ ഇന്നലെ വരെ ചെയ്തു. അപ്പൊ സഭയിൽ കൊണ്ടുവരുമ്പോൾ അയാൾ കൊടുക്കേണ്ട ഉപദേശം എന്താണ്? പിന്നെ ഉപദേശപരമായ കാര്യങ്ങൾ ദൈവസഭയ്ക്കകത്ത് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇത് തെറ്റാണ്, ചെയ്യരുത് എന്നറിഞ്ഞ് ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എന്നിട്ട് തുടർന്നാൽ അദ്ദേഹത്തെയാണ് പുറത്താക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എവിടെ പെട്ടു പോകേണ്ടി വരും? രക്ഷിക്കപ്പെടുന്നവരെല്ലാവരും വേറൊരു ലോകം കണ്ടുപിടിക്കേണ്ടി വരും. ഇങ്ങനെ പെന്തിക്കോസ്റ്റ് ലോകം, CSA ലോകം, അല്ലെ? ഓരോ ഗോളം വേണ്ടേ ഓരോരുത്തർക്ക്? കാരണം ഇവർ തമ്മിൽ യോജിക്കത്തില്ല. കാറല്ലേ? CSA കാർ, കത്തോലിക്ക കാർ, പെന്തിക്കോസ്റ്റ് കാർ. അപ്പൊ ഓരോ കാറുകൾ വേണം, ഓരോ കാറുകൾക്ക് ചെന്നിരിക്കാൻ ഒരു സ്ഥലം വേണം. അങ്ങനെ അല്ലല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിന്റെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. 11ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുത്തൻ. അവിടെയാണ് വിഷയം. അവൻ ആരാണ്? സഹോദരൻ. നാട്ടുകാർ കാണുന്ന ആരാണ്? അവനെ ആരായിട്ടാണ് കണക്കാക്കുന്നത്? ക്രിസ്തുവിന്റെ പൈതൽ, ദൈവസഭയുടെ അംഗം. അപ്പൊ നമ്മളെ ചോദിച്ചാൽ, ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എവിടത്തെ സഭയിൽ അംഗമാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും കാനക്കോട് സഭയിലെ വിശ്വാസിയാണെന്ന് പറയുന്നത് മെമ്പർ, അംഗം. നമ്മൾ ഇവിടുത്തെ ആരാണ്? അംഗം. നമ്മൾ ഇവിടുത്തെ വിശ്വാസിയല്ല. നമ്മൾ ആരുടെ വിശ്വാസിയാണ്? ക്രിസ്തു വിശ്വാസിയാണ്. നിങ്ങൾ സാബു പാസ്റ്ററുടെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെയോ സഭയുടെയോ വിശ്വാസിയല്ല, കർത്താവിന്റെ വിശ്വാസിയാണ്. നമ്മൾ വിശ്വാസികളല്ല, മെമ്പറാണ്. നമുക്ക് ഇവിടെ എന്താണുള്ളത്? ഈ സഭയുടെ മെമ്പർഷിപ്പ് മാത്രമാണ് നമുക്കുള്ളത്. നമ്മൾ ഇതിലെ അംഗം. ആ അംഗത്തോടുള്ള സമീപനമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കണ്ടോ? എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുത്തൻ അവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിട്ടാണക്കാരനോ മദ്യവനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് എന്ത് ചെയ്യരുത്? അവന് പിഴവ് പറ്റിപ്പോയാൽ ഓക്കെ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം തന്നെയാണിത്. കാരണം ഇവിടെ പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, ദുർനടപ്പുകാരെന്നാൽ ഈ വിവാഹ ബന്ധത്തിൽ മാത്രമുള്ള കാര്യത്തെ അല്ല പറഞ്ഞിരിക്കുന്നത്. ഒരുത്തൻ സഭയ്ക്കകത്ത് വരികയാണ്, നിരന്തരം കള്ളു പിടിച്ചുകൊണ്ട് നടക്കുക, അയാൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അയാൾ നിരന്തരം പാപം ചെയ്തുകൊണ്ട് നടക്കുക, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അയാൾ നിരന്തരം ആ മനുഷ്യൻ ആ കൃത്യം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളാണ് സമൂഹത്തിന്റെ മധ്യത്തിൽ ക്രിസ്തു സഭയുടെ സാക്ഷ്യം ഈ മനുഷ്യൻ മുഖാന്തരം നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ ആ മനുഷ്യനെ സഭയിൽ വെച്ചിരിക്കാൻ ഒക്കത്തില്ല. അവനോട് സംസർഗരുത്. വെളിയിലുള്ള ഒരുത്തന് കള്ളു പിടിച്ചോണ്ട് നടന്നാൽ ആ മനുഷ്യനോട് നമുക്ക് നന്നായിട്ട് ചെന്ന് മിണ്ടാം. പക്ഷെ ഇതിനകത്തുള്ള ഒരു മനുഷ്യൻ ഈ പ്രവണത തുടർന്നുകൊണ്ടിരുന്നാൽ അയാളോട് സംസർഗം അരുത്. തീർന്നില്ല? അവിടെ കൊണ്ട് വായിച്ചേ. എങ്ങനെ? അയാളോട് ആഹാരം പോലും കഴിക്കും. കട്ടിയാന്നറിയോ? ഇതെല്ലാം പഠിപ്പിക്കാതെ നോ ചാപ്പാട് പോലും അടിക്കരുത് ആ മനുഷ്യനോടുകൂടെ. കാരണം ആ മനുഷ്യനോട് ആഹാരം കഴിച്ചാൽ നമ്മൾ അദ്ദേഹത്തോട് രമ്യപ്പെടുന്നു എന്നാണ് അർത്ഥം, അല്ലേ? ഒരാളോട് മനസ്സിന് നമുക്ക് എന്താ അടുപ്പമില്ലാതെ ബന്ധമില്ലാതെ അയാളുടെ ഇവിടെ ആഹാരം കഴിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അയാളുടെ പാപത്തിന് നമ്മൾ കൂട്ടാളികളാകുന്നു. അപ്പൊ പാപത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മൾ പാപത്തിന് സപ്പോർട്ട് ചെയ്താൽ അതേ പാപം നമ്മൾ ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പോ നമ്മുടെ ഈ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് ഒരാൾ കൊലപാതകം ചെയ്തോ ഏതെങ്കിലും പാപം ചെയ്താൽ അവനെ ശിക്ഷിക്കും. ഒപ്പം തന്നെ അവൻ ആരെങ്കിലും സംരക്ഷണം ചെയ്താൽ അവനും അതേ തെറ്റിന് ശിക്ഷയ്ക്ക് അർഹനായിത്തീരും. എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവൻ ഇത് വിട്ട് തിരിയുക? അവൻ അത് വിട്ട് തിരിയൂല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മള് സപ്പോർട്ട് ചെയ്യരുത്. അത് വീട്ടിലായിരുന്നാലും സപ്പോർട്ട് ചെയ്യരുത്, സഭയിലായിരുന്നാലും സപ്പോർട്ട് ചെയ്യരുത്. പാപത്തിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. പാപം ചെയ്യുന്ന ആളോട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നേരിട്ട് പോയി പറയണം.
അതുകൊണ്ടാണ് എനിക്ക് ചില ആളുകൾ മുഖാന്തരം അറിവ് കിട്ടിയെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ സഭയ്ക്ക് ദോഷം വരത്തക്ക നിലകളിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ അറിയിക്കാം. തുടർന്നുകൊണ്ടിരുന്നാൽ ഈ കാര്യം ധൈര്യമായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. ഇത് ആരുടെയും കുറ്റം പറച്ചിലല്ലേ? കുറ്റം പറച്ചിലാണോ? അല്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം, അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അയാളോട് ഇത് ദൈവവചനത്തിന് ചെയ്യരുത് എന്ന് അയാളോട് നേരിട്ട് എന്ന് പറയാം. എങ്ങനെയാണ്? നമ്മൾ സ്നേഹത്തിലാണ് പറഞ്ഞത്. കാരണം ഇയാൾ രക്ഷിക്കപ്പെടണം. ഇയാളുടെ മുഖാന്തരം വേറൊരാൾ സഭയ്ക്ക് അത് വരാതെ ഇരിക്കരുത്. ഇങ്ങനെ ചെയ്യരുത്, ശരിയല്ലല്ലോ ബ്രദറെ അത്. നമ്മൾ സ്നേഹിക്കുന്നുണ്ടാണ്. സ്നേഹിക്കുന്നവർ മാത്രമേ വേറൊരാളുടെ കുറ്റം നേരിട്ട് പോയി പറയുള്ളൂ. കുറ്റം പറയാനായിട്ടല്ല, ബ്രദറെ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നിട്ടും അയാൾ തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം എന്നോട് അറിയിക്കാം. ഞാനും പറഞ്ഞിട്ട് കേട്ടെങ്കിൽ സഭ ഒരുമിച്ച് കൂടി അതിനകത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മൾ എടുത്തു പോകണം. അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്ന് നോക്കിയേ. നമ്മൾ പറയും സ്തോത്ര കാഴ്ച പോകുന്നു, ഒന്നും പോവില്ല. പൈസ കിട്ടില്ലെന്ന് പറയും, പൈസയൊക്കെ കിട്ടും. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോഴാണ് ദൈവാത്മാവ് ആ സഭയ്ക്കകത്ത് ചലിക്കാൻ തുടങ്ങുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മദ്യപാനം പിടിച്ചു പറിക്കാനോ ആകുന്നെങ്കിൽ അവനോട് സംസർഗരുത്, അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. എന്നിട്ട് പുറത്തുള്ളവരെ വിധിക്കുവാൻ എനിക്ക് എന്ത് കാര്യം? ഞാൻ പുറത്തുള്ളവരെ അല്ല വിധിക്കുന്നത്. പുറത്തുള്ളവരെ വിളിക്കാൻ ഇപ്പൊ പുറത്തുള്ള ഒരു മനുഷ്യരെ ചെയ്തുകൊണ്ട് നടക്കുന്നുവെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് അയാളുടെ അടുത്ത് ധൈര്യമായിട്ട് ഭക്ഷണം കഴിക്കാം, അയാളുടെ കൂടെ കൂട്ടുകൂടാം, അയാളുടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരാം, അയാളെ നിങ്ങൾക്ക് സ്നേഹിക്കാം. കാരണം അയാൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ആഴമായ അറിവോ പഠനമോ അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഈ നിലവാരങ്ങൾ തുടങ്ങുമ്പോഴാണ് അയാളോടാണ് നമ്മുടെ സമീപനം സ്ട്രോങ് ആയിരിക്കും. കണ്ടോ? അകത്തുള്ളവരോട് അല്ലയോ. അപ്പൊ ആ വാക്യം വായിച്ച 12ാമത്തെ വാക്യം. എനിക്ക് എന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ആരും വിധിച്ചോളും. ആരും വിധിക്കൂല, ആ ദൈവം വിധിച്ചോളും. നമ്മളെ പുറത്തുള്ളവരെ വിധിക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല. പുറത്തുള്ള ദൈവം വിധിച്ചോളും. അത് പുറത്തുള്ളവരുടെ പാപങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യരുത്. പുറത്തുള്ള ദൈവം വിധിച്ചോളും. ദൈവം വിധിക്കും. എന്നിട്ട് അടുത്ത 13ാമത്തെ വാക്യം വായിച്ചോ അവസാനിപ്പിക്കാം. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുക. ആ ദുഷ്ടനെ? ഏത് ദുഷ്ടൻ? ഈ സഹോദരൻ എന്ന് പേർപ്പെട്ടവൻ നേരത്തെ വായിച്ച 5ാമത്തെ 1ാമത്തെ വാക്യത്തിൽ വായിച്ച ദുർനടപ്പുകാരൻ. ഇങ്ങനെ ദുർനടപ്പ് ചെയ്ത ഒരു മനുഷ്യനെ നിങ്ങളുടെ ഇടയിൽ കൂട്ടായ്മയ്ക്കകത്ത് അവന് അംഗത്വം കൊടുത്ത് അവനെ കൊണ്ടുവന്ന് വാഴിച്ച് നടക്കുവാൻ പാടുള്ളതല്ല. സ്ട്രോങ് ആണ് കേട്ടോ. ഈ ഒരു തീരുമാനം സഭയ്ക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഏത് കാലയളവിലായിരുന്നാലും സഭ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. സഭ സ്ട്രോങ് ആയിട്ട് നിന്നാൽ നമ്മളോടൊപ്പം കർത്താവും തന്റെ ആത്മാവും ശക്തിയും പ്രവൃത്തിയും എല്ലാം ചലിക്കും. ആ സഭയെ തൊടാൻ പിശാചിനല്ല ഒരു ശക്തിക്കും പറ്റില്ല. നമ്മൾ ഇതിനകത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കുമ്പോഴാണ്, നമ്മൾ അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ്, ആ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അല്ലേ എന്തെങ്കിലും ഒരു വേസ്റ്റ് ഇരിക്കുമ്പോഴാണ്, ഒരെണ്ണം അഴിഞ്ഞു തുടങ്ങുമ്പോഴാണ് ഈച്ച വരുന്നത്, ദുർഗന്ധം വഹിപ്പിക്കുന്നത്. ഗന്ധം ഉണ്ടായാൽ അല്ലെങ്കിൽ ദുർഗന്ധം വഹിപ്പിക്കുന്ന അഴുകിപ്പോകുന്ന ഒരു വസ്തുതകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. പുളിക്കുന്ന ഒരു സാധനം നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. പിണ്ടത്തെ പുളിപ്പിക്കുന്ന ഒരു വസ്തുത ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.